Dear students, let us continue our discussion on air pollutants. In the previous session, we have studied the oxides of nitrogen. In this session, let us discuss the sulfur oxides. Sulfur dioxide and sulfur trioxide are the oxides of sulfur causing detrimental impacts on higher levels of concentrations. Sulfur dioxide is a colorless gas with a pungent odor. It is produced from the combustion of any sulfur containing material. Sulfur dioxide is always accompanied by small amounts of sulfur trioxide. The mixture of sulfur dioxide and sulfur trioxide are denoted as SOX. S plus O2. You are getting SO2. SO2 plus O2. We are getting SO3. Under normal humid conditions of the atmosphere, sulfur trioxide reacts with water to form droplets of sulfuric acid. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണക്കാരായ പൊള്ളൂട്ടൻസിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് സൾഫർ ഓക്സൈഡ്സിന് ഉള്ളത്. സൾഫർ ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും വസ്തു കത്തിക്കുമ്പോഴാണ് അത് ഓക്സിജനുമായി കൂടിച്ചേർന്ന് സൾഫർ ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. സൾഫർ ഡയോക്സൈഡിൻ്റെ ഒപ്പം ഒരു ചെറിയ അളവിൽ എല്ലായ്പ്പോഴും സൾഫർ ട്രയോക്സൈഡും ഉണ്ടാകും. സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും കൂടി ചേർന്ന മിശ്രിതത്തെ ആണ് SOX കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അന്തരീക്ഷത്തിലേക്ക് സൾഫറിൻ്റെ ഓക്സൈഡ്സ് വന്നു കഴിയുമ്പോൾ സാധാരണ അന്തരീക്ഷം ഒരു ഹ്യൂമിഡ് കണ്ടീഷൻസിലാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ആ ഹ്യൂമിഡ് കണ്ടീഷൻസിൽ മോയ്സ്ചർ H2O വേപ്പേഴ്സ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ഈ H2O വേപ്പേഴ്സും സൾഫർ ട്രയോക്സൈഡ് തമ്മിൽ പ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡ്, നേർത്ത സൾഫ്യൂരിക് ആസിഡും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നു. SO2 to SO3. Sulfur dioxide is partially oxidized to sulfur trioxide in air by photolytic and catalytic process involving ozone, hydrocarbons and nitrogen oxides. And this gives rise to the phenomenon of acid rain. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് പലപ്പോഴും ഒരു ചെറിയ പരിധി വരെയെങ്കിലും സൾഫർ ട്രയോക്സൈഡായി ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അന്തരീക്ഷത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അഥവാ വായുവിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ചില മെറ്റൽ ഓക്സൈഡ്സുമായി മാലിന്യമായിട്ട് പൊള്യൂട്ടൻ്റായി അന്തരീക്ഷത്തിൽ തന്നെയുള്ള ചില മെറ്റൽ ഓക്സൈഡ്സിൻ്റെ സാന്നിധ്യത്തിൽ സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായി പ്രവർത്തിച്ച് സൾഫർ ട്രയോക്സൈഡ് ഉണ്ടാകും. ആ സൾഫർ ട്രയോക്സൈഡ് ഹ്യൂമിഡ് കണ്ടീഷനിൽ സൾഫ്യൂരിക് ആസിഡായിട്ട് മാറും. സൾഫ്യൂരിക് ആസിഡ് അത് എയറോസോൾ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടും. എയറോസോൾ എന്ന് പറയുന്നത് ഒരു സസ്പെൻഡ് ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. സസ്പെൻഷൻ ഓഫ് എ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഒരു സസ്പെൻഷൻ, ഒരു സൊല്യൂഷൻ അല്ല. കുറേ നേർത്ത പാർട്ടിക്കിൾസ് എല്ലാം കൂടെ കൂടി ചേർന്ന് ഒന്നിച്ച് ഒരു സസ്പെൻഷനായിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ സാധാരണ എയറോസോൾ ഡ്രോപ്ലെറ്റ്സ് അഥവാ എയറോസോൾ എന്ന് പറയുന്നത്. അപ്പോൾ സൾഫർ ട്രയോക്സൈഡ് ഫൈനലി സൾഫ്യൂരിക് ആസിഡിൻ്റെ ഒരു എയറോസോൾ ഡ്രോപ്ലെറ്റ്സായി നേർത്ത സൾഫ്യൂരിക് ആസിഡായി മാറുന്നു എന്നർത്ഥം. അപ്പോൾ ഇത് ഒരു കറ്റാലിറ്റിക് പ്രോസസ്സാണ്. ഇത് കൂടാതെ തന്നെ സൾഫർ ഡയോക്സൈഡ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അത് ഫോട്ടോലിറ്റിക്കാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ ഫോട്ടോലിറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോട്ടോലിറ്റിക് റിയാക്ഷൻ ആയിട്ട്
ഓക്സിജൻ അല്ല, ഓസോൺ, അന്തരീക്ഷത്തിലുള്ള, അതായത് ട്രോപ്പോസ്ഫിയറിലുള്ള ഓക്സിജനുമായി പ്രവർത്തിച്ച് അത് സൾഫർ ട്രയോക്സൈഡായിട്ട് മാറുകയും ആ സൾഫർ ട്രയോക്സൈഡ് വീണ്ടും നേരത്തെ കണ്ടതുപോലെ തന്നെ വെള്ളവുമായി പ്രവർത്തിച്ച് സൾഫ്യൂരിക് ആസിഡായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് സൾഫർ ട്രയോക്സൈഡും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അഥവാ പാരിസ്ഥിതിക മലിനീകരണത്തിൽ, അഥവാ ഒരു ഡെട്രിമെൻ്റൽ ഇഫക്റ്റ്, ഡെട്രിമെൻ്റൽ ഇഫക്റ്റ് ഓൺ ദി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റിയാക്ഷനാണ്. സോഴ്സസ്. The natural process like volcanoes emits about 67% of sulfur oxides emissions. The major man-made sources are the following. Fuel combustion accounts for 74%, industries 33%, transportation 2%. Coal-fired power stations are the major contributors of സൾഫർ ഓക്സൈഡ്സ് പൊല്യൂഷൻ ടു ദി അറ്റ്മോസ്ഫിയർ. എങ്ങനെയാണ് സൾഫറിൻ്റെ ഓക്സൈഡ്സ് അന്തരീക്ഷത്തിലേക്ക് വരുന്നത്? അതിൻ്റെ ഉറവിടങ്ങളാണ്, അതിൻ്റെ സോഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് സൾഫർ ഓക്സൈഡ്സ് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്നത്. ഒന്ന് നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുന്നത് വോൾക്കാനോസ്, അതുപോലെയുള്ള പ്രകൃതിയുടെ സ്വാഭാവികമായിരിക്കുന്ന പ്രക്രിയയിൽ കൂടി തള്ളപ്പെടുന്ന സൾഫർ ഓക്സൈഡ്സ്, അതാണ് നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രധാനമായും വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങൾ. അടുത്തത് നമ്മളുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്ന സൾഫർ ഓക്സൈഡ്സാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് കമ്പസ്റ്റനാണ്. കത്തിക്കുമ്പോൾ സൾഫർ ഉൾക്കൊള്ളുന്ന എന്ത് വസ്തു കത്തിച്ചാലും സൾഫർ ഓക്സൈഡ്സ് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടും. അതാണ് ഫ്യൂവൽ കമ്പസ്റ്റൻ അക്കൗണ്ട്സ് ഫോർ 74%. പിന്നെയുള്ളത് വ്യവസായ സ്ഥാപനങ്ങളാണ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് ഇൻഡസ്ട്രീസ് 33% വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, ചെറിയ വ്യത്യാസം ഉണ്ടാകും നമുക്ക് എപ്പോഴും പെർസെൻറ്റേജ്. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് 2% നമുക്ക് വരുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് അതിൽ അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഈ കമ്പസ്റ്റന് ട്രാൻസ്പോർട്ടേഷൻ കമ്പസ്റ്റൻ്റെ ഒരു പാട്ട് തന്നെയാണ് കേട്ടോ. ഈ കമ്പസ്റ്റനിൽ പ്രധാനമായിട്ട് വരുന്നത് പവർ സ്റ്റേഷൻസാണ്. ഇപ്പോൾ തെർമൽ പവർ സ്റ്റേഷനിൽ നമ്മൾ കോളൊക്കെ ആയിരിക്കും നമ്മൾ അതിൻ്റെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോള് പലപ്പോഴും അതിനകത്ത് സൾഫറിൻ്റെ സാന്നിധ്യം കൂടുതലാണ്. സൾഫറിൻ്റെ സാന്നിധ്യമുള്ള സൾഫർ ഉൾക്കൊള്ളുന്ന കോള് കത്തിക്കുമ്പോഴാണ് അന്തരീക്ഷത്തിലേക്ക് സൾഫർ ഡയോക്സൈഡ് തള്ളപ്പെടുന്നത്. ഹൈഡ്രോകാർബൺസ്. Trees emit large quantities of hydrocarbons to the atmosphere. Methane is the major naturally occurring hydrocarbon emitted to the atmosphere. The anaerobic decomposition of organic matter in water, sediments and soil emits methane. Domestic animals contribute towards hydrocarbon pollution. Automobiles are the major source of hydrocarbon pollution. About 20 different hydrocarbons are emitted to the atmosphere by anthropogenic activities and natural reasons. മറ്റൊരു പൊള്യൂട്ടൻ്റാണ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു എയർ പൊള്യൂട്ടൻ്റാണ് ഹൈഡ്രോകാർബൺ എന്നത്. ഹൈഡ്രോകാർബൺ എങ്ങനെയാണ് എൻവയോൺമെൻറ്റിലേക്ക് അഥവാ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്? മരങ്ങളാണ് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ട്രീസ് എമിറ്റ് ലാർജ് ക്വാണ്ടിറ്റീസ്, വളരെ കൂടിയ അളവിൽ ഹൈഡ്രോകാർബൺസിന്, മീഥെയിൻ പോലുള്ള ഹൈഡ്രോകാർബൺസിന് മരങ്ങൾ പുറത്തേക്ക് തള്ളുന്നുണ്ട്. മീഥെയിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാച്ചുറലി ഓക്കറിങ് ഹൈഡ്രോകാർബൺ. അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്ന അഥവാ അന്തരീക്ഷത്തിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാച്ചുറലി ഓക്കറിങ് ഹൈഡ്രോകാർബൺ എന്ന് പറയുന്നത് മീഥെയിനാണ്. അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അനേറോബിക് ഡീകമ്പോസിഷൻ, വായുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അത് ഓർഗാനിക് മാറ്റർ വെള്ളത്തിലുള്ളതാകാം, അഥവാ അടിഞ്ഞുകൂടിയ സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ മണ്ണിലുള്ളത്, ഇങ്ങനെ എവിടെ നിന്നാണെങ്കിലും ഓർഗാനിക് മാറ്റർ ഡീകമ്പോസ് ചെയ്യുമ്പോഴും മീഥെയിൻ പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്. പിന്നെയുള്ളത് മറ്റൊരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറിയാണ്. ഇപ്പോൾ കൗഡങ്ങിൽ നിന്നും നല്ല രീതിയിൽ മീഥെയിൻ പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്.
പിന്നെ വാഹനങ്ങളാണ്, ഓട്ടോമൊബൈൽസ് ആർ ദ മേജർ സോഴ്സ് ഓഫ് ഹൈഡ്രോകാർബൺ പൊല്യൂഷൻ. വാഹനങ്ങളിൽ നിന്ന് ഇന്ധനം കത്തുമ്പോൾ മീഥെയ്ൻ ഉണ്ടാകുന്നുണ്ട്. മീഥെയ്ൻ മാത്രമല്ല, ഹയർ ആയിരിക്കുന്ന മറ്റ് ഹൈഡ്രോകാർബൺസും ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 20 വ്യത്യസ്ത ഹൈഡ്രോകാർബൺസ്, ഇപ്പം മീഥെയ്ന്, ഈഥെയ്ന്, പ്രൊപ്പൈന്, ബ്യൂട്ടെയ്ൻ തുടങ്ങി 20ഓളം ഹൈഡ്രോകാർബൺസാണ് സാധാരണ അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്നത്. ഈ 20 അത് സ്വാഭാവികമായി പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളിൽ കൂടിയും ഈ ഹൈഡ്രോകാർബൺസ് ധാരാളമായിട്ട് അന്തരീക്ഷത്തിലേക്ക് തള്ളപ്പെടുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് വായുവിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പൊള്യൂട്ടൻ്റാണ്. 2 രീതിയിൽ കൂടി, പ്രകൃതിയുടെ സ്വാഭാവികമായിരിക്കുന്ന പ്രക്രിയയിലൂടെയും പിന്നെ നമ്മളുടെ പ്രവർത്തന ഫലമായിട്ടും. അനദർ പൊള്യൂട്ടൻ്റാണ് chlorofluorocarbons. The fluorocarbons are very interesting and useful group of compounds. The mixed chlorofluorocarbons are called freons. Compounds such as CClF3, CCl2F2 and CCl3F are the most important compounds, and they find application as non-toxic refrigerating fluids and aerosol propellants. These compounds are inert in the troposphere but slowly diffuse to stratosphere, where they are subjected to ultraviolet radiation, generating Cl- free radicals. These free radicals immediately react with ozone, finally resulting in the depletion of stratospheric ozone layer. വളരെ പ്രധാനപ്പെട്ട ഒരു പൊള്യൂട്ടൻ്റാണ് ക്ലോറോഫ്ലൂറോകാർബൺസ് എന്ന് പറയുന്നത്. ആധുനിക ജീവിതം വളരെ കംഫർട്ടബിൾ ആക്കിയ ഒരു കോമ്പൗണ്ട് തന്നെയാണ് ക്ലോറോഫ്ലൂറോകാർബൺ. ഇത് നോൺ ടോക്സിക് ആണ്, ദീർഘകാലം അത് ലാസ്റ്റ് ചെയ്യും, ധാരാളം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു വസ്തുവാണ് ക്ലോറോഫ്ലൂറോകാർബൺ എന്ന് പറയുന്നത്. ക്ലോറോഫ്ലൂറോകാർബൺ എന്ന് പറയുന്നത് CClF3, CCl2F2, CCl3F, ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് നമ്മൾ ഈ ഫ്രിയോൺസ് എന്ന ഓമന പേരിലുള്ള ക്ലോറോഫ്ലൂറോകാർബണായി കണക്കാക്കുന്നത്. ഇത് നോൺ ടോക്സിക് ആയിരിക്കുന്നത് കൊണ്ട് ഇതിന് ധാരാളം ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇതൊരു റെഫ്രിജറൻ്റ് ആയിട്ടാണ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഫ്രിയോൺസ് അഥവാ ക്ലോറോഫ്ലൂറോകാർബൺസ് എന്ന് പറയുന്നത് CClF3, CCl2F2, CCl3F എന്നീ 3 സംയുക്തങ്ങളാണ്. ഇത് ട്രോപ്പോസ്ഫിയറിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. ഇത് ലീക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു പൊള്യൂട്ടൻ്റായി എൻവയോൺമെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഇയാളൊരു വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു മോളിക്യൂളായിരിക്കുന്നുണ്ട്. ഇത് മറ്റ് രാസപ്രവർത്തനത്തിൽ നിന്നും പങ്കെടുക്കാത്തതുകൊണ്ടും വിഘടിക്കാത്തതുകൊണ്ടും ഇത് പതിയെ ഡിഫ്യൂസ് ചെയ്ത് സ്ട്രാറ്റോസ്ഫിയറിലെത്തും. സ്ട്രാറ്റോസ്ഫിയറിലെത്തി കഴിയുമ്പോൾ സംഗതി വളരെ വിഭിന്നമാണ്. കാരണം അൾട്രാവയലറ്റ് റേഡിയേഷനുമായിട്ട് ഇത് പ്രവർത്തിക്കും. അൾട്രാവയലറ്റ് റേഡിയേഷനുമായി പ്രവർത്തിച്ച് അഥവാ ഫോട്ടോലിറ്റിക് റിയാക്ഷൻസ് നടന്നിട്ട് സൂര്യപ്രകാശവുമായി റേഡിയേഷനുമായി ഇത് പ്രവർത്തിച്ച് ഫ്രീ ആയിരിക്കുന്ന റാഡിക്കൽസ് ഉണ്ടാകും. ആക്റ്റീവ് ആയിരിക്കുന്ന Cl- എന്ന് പറയുന്ന വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന, വളരെ എളുപ്പത്തിൽ രാസപ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കുന്ന അഥവാ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്ന Cl- റാഡിക്കൽസ് അത് ഫോം ചെയ്യും. ഈ റാഡിക്കൽസ് ഓസോണുമായി വളരെ വേഗത്തിൽ പ്രവർത്തിച്ച് ഓസോൺ വിഘടിക്കുന്നതിനും അതുകൊണ്ട് തന്നെ സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോണിൻ്റെ സാന്ദ്രത, അതിൻ്റെ ആ ഒരു ഡെൻസിറ്റി കുറയുന്നതിനും കാരണമാകും. അപ്പോൾ ക്ലോറോഫ്ലൂറോകാർബണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ അതിൻ്റെ ഡെട്രിമെൻ്റൽ ഇമ്പാക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോണിൻ്റെ ഡിപ്ലീഷന് കാരണമാകും. ഓസോണിൻ്റെ വിഘടനത്തിനും അതിൻ്റെ സാന്ദ്രത കുറയുന്നതിനും എല്ലാം കാരണമാകും. അതാണ് ക്ലോറോഫ്ലൂറോകാർബണിൻ്റെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തം. Particulates are small pieces of solid material dispersed in the atmosphere. Examples: smoke particles from fires, bits of asbestos, dust particles, and ash from industries. Repeated exposure to particulates can cause the accumulation of these particles in the lungs and interfere with the ability of lungs to exchange gases. The particulates, like the bits of asbestos, are carcinogenic.
എൻവയോൺമെൻറ്റിലെ അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പൊള്യൂട്ടൻ്റാണ് പാർട്ടിക്കുലേറ്റ്സ് എന്ന് പറയുന്നത്. വളരെ നേർത്ത, വളരെ ചെറിയ പൊടി പടലങ്ങളെയാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പാർട്ടിക്കുലേറ്റ്സ് എന്ന് പറയുന്നത് സ്മോൾ പീസസ് ഓഫ് സോളിഡ് മെറ്റീരിയൽ ഡിസ്പേസ്ഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന ധാരാളമായിട്ട് ഇഷ്ടംപോലെ പാർട്ടിക്കുലേറ്റ്സ് ഉണ്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ. പുലർകാലമൊക്കെ നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഈ പൊടിപടലം ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പോലെ നമുക്കത് കാണാൻ പറ്റും നമ്മുടെ നഗ്നനേത്രം കൊണ്ട് തന്നെ. സൂര്യപ്രകാശം രാവിലെയൊക്കെയാണെന്ന്. അത് എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുക അഥവാ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേനും തീയിൽ നിന്നും വരുന്ന ചെറിയ ചെറിയ വളരെ സൂക്ഷ്മമായിരിക്കുന്ന പാർട്ടിക്കിൾസ്, പുകയുടെ പാർട്ടിക്കിൾസ്. അതുപോലെ ആസ്പെറ്റോസിൻ്റെ പൗഡർ, പിന്നെ പൊടി, ചാരം, ഇതൊക്കെ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നും വരുന്ന പൊടി ചാരമൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടും. ഡിസ്പേസ്ഡ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആണ് ദ ഡിസ്പേസ്ഡ് ഫോം. ഇനി ഇത് നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് നമ്മൾ ഒരു മലിനീകരിക്കപ്പെട്ട ഒരു വായു ശ്വസിച്ചു കഴിയുമ്പോൾ മറ്റു ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഹെൽത്ത് പ്രോബ്ലംസിനും ഇത് കാരണമാകും. പാർട്ടിക്കുലേറ്റ്സ് അടങ്ങിയ വായു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലങ്സിൻ്റെ പ്രവർത്തനത്തെ തന്നെ അത് തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകും. അതുകൂടാതെ ഈ ആസ്പെറ്റോസിൻ്റെ പാർട്ടിക്കുലേറ്റ്സ് ക്യാൻസർ പോലുള്ള മറ്റ് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും അത് കാരണമാകുന്നു. So that is all in this particular session. Now the assignment, today's assignment is, what are the harmful effects of chlorofluorocarbons on environment? I repeat, what are the harmful effects of chlorofluorocarbons on environment? Chlorofluorocarbons എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ഡെട്രിമെൻ്റൽ ഇഫക്റ്റ് എന്താണ് എന്നതിനെപ്പറ്റി ഒരു പേജിൽ കവിയാത്ത ഒരു ലേഖനം, ഒരു ഉപന്യാസമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതുപോലെ ഈ സെഷനിൽ നിങ്ങൾക്ക് ചിന്തയ്ക്ക് തരുന്ന കൊട്ടേഷൻ എന്ന് പറയുന്നത്, ദി അൾട്ടിമേറ്റ് ടെസ്റ്റ് ഓഫ് മെയിൻസ് കോൺഷ്യൻസ് മേ ബി ഹിസ് വില്ലിംഗ്നെസ് ടു സാക്രിഫൈസ് സംതിങ് ടുഡേ ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ് ഹൂസ് വേർഡ്സ് ഓഫ് താങ്ക്സ് വിൽ നോട്ട് ബി ഹേർഡ്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.